അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള സംഘടനയുടെ സമുന്നതരായ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആലപ്പുഴ ജില്ല KNM മർക്കസു ദഅവയുടെയും പോഷക ഘടകമായ MGMൻ്റെയും 2025-27 കാലയളവിലേക്കുള്ള പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സംഗമിച്ചിട്ടുള്ളതാണ് നാം ഓരോരുത്തരും. നമുക്കറിയാം, കേരളത്തിൽ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ഈ വെളിച്ചമെത്തിയിട്ടില്ലാത്ത നൂറുകണക്കിന് പ്രദേശങ്ങൾ ഓരോ ജില്ലയിലും നമ്മളൊരു ഇസ്ലാഹി ഭൂപടം തയ്യാറാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും നാം ജീവിക്കുന്ന നമ്മുടെ നാടിൻ്റെ ചുറ്റുപാടുകളിലുള്ള ആളുകളുടെ മനസ്സിലേക്കെങ്കിലും നമുക്ക് ഈ വെളിച്ചമെത്തിക്കാൻ സാധിക്കാതെ പോയാൽ ഞാനും നിങ്ങളുമായിരിക്കും നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ സുദീർഘമായ വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരുന്ന, ഏറ്റവും പ്രയാസപ്പെടേണ്ടി വരുന്ന ഒരു ജനവിഭാഗം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സംഘടനാ സംവിധാനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളിൽ പലർക്കും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഒരുപക്ഷേ അതെൻ്റെ കേവലം സംശയം മാത്രമായിരിക്കാം. പക്ഷേ അത് പറയാതെ വയ്യ. ഞാൻ മനസ്സിലാക്കിയ സംഘടന എന്ന് പറയുന്നത് ദുനിയാവിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയല്ല. 100% സംഘടനാ പ്രവർത്തനത്തിലൂടെ പാരത്രിക ജീവിത വിജയത്തിന് ആവശ്യമായ എന്തെങ്കിലുമൊക്കെ നീക്കിയിരിപ്പുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാന ഘടകമായ ശാഖയിലെ കേവലം ഒരു അംഗത്വം മുതൽ ഈ സംഘടനാ സംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ബോഡിയായ സംസ്ഥാന തലത്തിലുള്ളൊരു ഭാരവാഹിത്വം വരെ ഞാൻ നിങ്ങൾ നോക്കിക്കാണേണ്ടത് ഈ അമാനത്തിലൂടെ, ഈ ഉത്തരവാദിത്വത്തിലൂടെ എനിക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനാവും എന്നായിരിക്കണം. ഭൗതികമായ ഒരു താല്പര്യങ്ങളും ഇതിലേക്ക് കടന്നു വരാൻ പാടില്ല. അങ്ങനെ കടന്നു വന്നാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം നമുക്കില്ലാതെ പോകും. നാമാണ് മുസ്ലിം കൈരളിക്ക് ഇന്ന് കാണുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നേടിക്കൊടുത്ത ഒരു സംഘടനാ സംവിധാനം. ആരൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ, നവോത്ഥാന പ്രസ്ഥാനത്തെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ ഈ ആദർശ പ്രസ്ഥാനത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും, കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം ഇന്ന് അനുഭവിക്കുന്ന, ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക അനുഗ്രഹങ്ങളുടെയും മൂലകാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പം നമുക്കറിയാമല്ലോ, ഏതാണ്ട് ആഴ്ചകളോളമായി നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ, പ്രിൻ്റ് മീഡിയയിലൊക്കെ ഫ്രണ്ട് പേജിൽ ഒരു ചെറിയ വാർത്തയെങ്കിലും എറണാകുളം ജില്ലയിലെ മുനമ്പവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? 400 ഏക്കറിലധികം സ്ഥലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനു വേണ്ടി എറണാകുളത്ത് ഒരു സമ്പന്നൻ വഖഫായി നൽകി. കോളേജ് മാനേജിംഗ് കമ്മിറ്റി അധികൃതരായാലും അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായാലും എന്തൊക്കെ കളികൾ കളിച്ചാലും അതൊരു വഖഫല്ലാതെയാവില്ല. കഴിഞ്ഞ 1-2 ലക്കങ്ങളിൽ ഷബാബിൽ തുടർലേഖനം വരും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല. വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ സമ്പത്തിൽ നിന്നും വലിയ ഒരു വിഹിതം, 408 ഏക്കർ ഭൂമി ഒരു വ്യക്തിയോ കുടുംബമോ സംഭാവന നൽകണമെങ്കിൽ ചെറുതല്ല അവരൊക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങളും സഹായങ്ങളും. മലയാളക്കരയിൽ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി ഇന്ന് വലിയ ചർച്ചയാണ്, പ്രത്യേകിച്ച് മലബാറിൽ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലൊക്കെയും 100 കണക്കിന് മുസ്ലിം വിദ്യാർത്ഥിനികൾ മുഖമക്കന ധരിച്ച, ഇസ്ലാമിൻ്റെ വസ്ത്രം ധരിച്ച പെൺകുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ ചിലരെങ്കിലും ചോദിച്ചു പോകുന്നു, എങ്ങനെ
ഉറങ്ങിക്കിടന്ന ഈ സമൂഹത്തെ ഉണർത്തി വിദ്യാഭ്യാസ സാംസ്കാരിക നവോത്ഥാന മേഖലകളിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയത് മുജാഹിദ് പ്രസ്ഥാനമാണ്. നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാരും പണ്ഡിതന്മാരുമാണ്. ഇന്ന് വലിയൊരു സർവ്വമത സമ്മേളനം നടക്കുന്നുണ്ട് വത്തിക്കാനിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, റോമില ആലുവയിൽ നടന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ആദ്യ സമ്മേളനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അവർ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കേരളത്തിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലീഗിൻ്റെയും സമസ്തയുടെയും സംസ്ഥാന നേതാക്കളിൽ ഒരാളായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. സാക്ഷാൽ ശ്രീനാരായണ ഗുരു സംബന്ധിച്ച സർവമത സമ്മേളനത്തിൽ മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ച വ്യക്തിത്വം മഹാനായ EK മൗലവിയായിരുന്നു. KNM മർക്കസ് ദഅവയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ പിതാമഹൻ. നാരായണ ഗുരുവുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരാൾ ഞാൻ സൂചിപ്പിച്ചത്. ആ EK മൗലവിയും വക്കം മൗലവിയും സീതി സാഹിബും ഒക്കെയായിരുന്നു ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കന്മാരും പ്രബോധകരും പ്രവർത്തകരും. അതുതന്നെയാണ് നമുക്കിപ്പോഴും പറയാനുള്ളത്. പൂർവ്വകാല നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു നമ്മൾ അവരുടെ പിൻഗാമികളാണ്. പക്ഷേ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ പല സംരംഭങ്ങളും നിലനിർത്താൻ പോലും കഴിയാത്ത വിധം ദുർബലരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. മുനമ്പം വഖഫ് വിഷയവും അതുമായി നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. മലബാറിലെ സർ സയ്യിദ് എന്ന് പറയാവുന്ന രീതിയിൽ അബു സബാഹ് മൗലവിയുടെ നേതൃത്വത്തിൽ ഫാറൂഖ് കോളേജും അനുബന്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അരീക്കോട് സുല്ലമുസ്സലാം അനുബന്ധ സ്ഥാപനങ്ങൾ, തിരൂരങ്ങാടിയിൽ മഹാനായ MK ഹാജിയുടെ നേതൃത്വത്തിലുള്ള കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവർക്കൊക്കെ ഇതിനാവേശം നൽകിയത് ഈ ആദർശ പ്രസ്ഥാനമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മുസ്ലിം കൈരളി ഇന്ന് നേടിയിട്ടുള്ള സർവ്വതോന്മുഖമായ പുരോഗതിയുടെ ബേസ് എന്ന് പറയുന്നത് അത് മുജാഹിദ് പ്രസ്ഥാനമാണ്, നവോത്ഥാന പ്രസ്ഥാനമാണ്. കാലങ്ങൾ കൊണ്ട് ആ പ്രസ്ഥാനത്തിൽ കുറേ ഉൾപ്പിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. സംഘടനാപരമായ താല്പര്യങ്ങളും വിദേശ നാടുകളിൽ നിന്ന് ചില ശുൽക്കൻ വിശ്വാസങ്ങൾ മലയാളത്തിൻ്റെ മണ്ണിൽ പ്രചരിപ്പിക്കാൻ ചില പണ്ഡിത പ്രമുഖർ നേതൃത്വം നൽകിയപ്പോഴുണ്ടായിട്ടുള്ള ചില പരിണിതികളുമൊക്കെ സംഘടനയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. എങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വെള്ളം ചേർക്കാതെ, ഒരു കലർപ്പും ഉണ്ടാക്കാതെ നേർക്ക് നേരെ തൗഹീദ് പ്രബോധനം ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു ചെറു സംഘം ഇപ്പോഴും കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ആ സംഘടനയുടെ ഒരു ജില്ലയിലെ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്ത യോഗമാണിത്. ഈ യോഗം നമ്മളിവിടെ ചേരുമ്പോൾ കുറച്ച് പുറകോട്ട് നമ്മളിങ്ങനെ കടന്നു പോകണം. സംഘടനയിലൂടെ 1980 പൊതുസമൂഹത്തിന് പ്രവർത്തിക്കാവുന്ന KNM എന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് യുവജനങ്ങൾക്കും സഹോദരിമാർക്കും വിദ്യാർത്ഥികൾക്കും ഏറ്റവും ഒടുവിൽ കൗമാരക്കാരായ ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി കൂടി നമ്മൾ സംഘടന രൂപപ്പെടുത്തി. അങ്ങനെ വലിയ ഒരു സംവിധാനമായി നമ്മളിങ്ങനെ പടർന്ന് പന്തലിച്ചു. ഇതിനിടയിൽ 2002 സംഘടനാപരമായ ചില താല്പര്യങ്ങൾ കൊണ്ട് ഒരു പിളർപ്പുണ്ടായി. പക്ഷേ അതിനൊന്ന് നൽകിയ വ്യാഖ്യാനം അത് ആദർശപരമെന്നായിരുന്നു. വളരെ വൈകാതെ തന്നെ ഇത് ബോധ്യപ്പെട്ടു. വളരെ വ്യവസ്ഥാപിതമായി തന്നെ പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം യുവജനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടനയെ പുനരുജ്ജീവിപ്പിച്ച് സജീവമായ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയി. 2002 തന്നെ കോഴിക്കോട്ടൊരു മഹാസമ്മേളനം സംഘടിപ്പിച്ച് 2008 വയനാട്ടിലും 2014 എടരിക്കോടും ആ സംഘടനാ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ സമ്മേളനങ്ങൾ. പിന്നീടാണ് 2017 ഐക്യവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും കാര്യങ്ങളും അതൊരു ഐക്യനാടകത്തിൽ തന്നെ സമാപിച്ചു. 2018 വീണ്ടും സംഘടന പുനഃസംഘടിപ്പിച്ചു. ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു, ചെറുതല്ലാത്ത ആശങ്കകളുണ്ടായിരുന്നു. ഈ സംഘടന പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് നേതൃത്വം നൽകാൻ ആരുണ്ട്? കാര്യമായി സ്ഥാപനങ്ങളോ സമ്പന്നരായ നേതാക്കന്മാരോ ഉപരാക്കളോ ഒന്നും കൂടെയില്ലാത്ത ഈ സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകും? അതൊരാശങ്കയായിരുന്നു. എന്നാൽ അതിനൊക്കെയുള്ള ഉത്തരമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ
2024 ഫെബ്രുവരി മാസത്തിൽ നാം കരിപ്പൂരിൽ സംഘടിപ്പിച്ച 10ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം. നമ്മുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടം പിന്നിട്ടപ്പോൾ ശാഖാതലങ്ങളിലുള്ള ഭാരവാഹികളെയും മണ്ഡലം തലങ്ങളിലുള്ള ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് 2 നേതൃശില്പശാലകൾ KNM സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചു. നിങ്ങളിൽ പല ആളുകളും ആ 2 സംഗമങ്ങളിലും പങ്കെടുത്തവരാ. ശാഖാതലങ്ങളിലെ ശില്പശാലയിൽ ഞാൻ ഓർക്കുന്ന ഏകദേശം ആലപ്പുഴ ജില്ലയിൽ നിന്ന് 20-ാടുത്ത് പ്രവർത്തകർ പങ്കെടുത്തു. തിരൂർ ടൗൺ ഹാളിലായിരുന്നു ആ പ്രോഗ്രാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിന്ന 1300ഓളം ശാഖയുടെ പ്രസിഡന്റ് സെക്രട്ടറിമാർ പങ്കെടുത്തൊരു യോഗം. ആ യോഗത്തിൽ അവതരിപ്പിച്ച കുറേ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു. സമാനമായ ചില ക്ലിപ്പുകൾ ഈ കഴിഞ്ഞ 24-ാം തീയതി സംഘടിപ്പിച്ച മണ്ഡലം ലീഡർഷിപ്പിലുള്ള ആളുകൾക്കുള്ള ശില്പശാലയിലും. ഞാൻ ആ പ്രോഗ്രാം ഇങ്ങനെ നടക്കുമ്പോൾ വീഡിയോ ക്ലിപ്പുകൾ പ്രദർശിപ്പിക്കുമ്പോൾ സദസ്സിനെയാണ് ശ്രദ്ധിച്ചിരുന്നത്. 1000-ലധികം ആളുകൾ പങ്കെടുത്ത തിരൂർ പ്രോഗ്രാമിൽ കരിപ്പൂര് സമ്മേളനത്തിൻ്റെ ഹൈലൈറ്റ്സ് അവതരിപ്പിച്ചപ്പോൾ വലിയൊരു ശതമാനം ഓഡിയൻസ് കണ്ണ് തുടയ്ക്കുകയായിരുന്നു. അതെന്തുകൊണ്ടാണ്? 10ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം നെഞ്ചേറ്റിയ, ആ സമ്മേളനത്തിന് വേണ്ടി രാപ്പകല് പണിയെടുത്ത, സുജൂദിൽ കിടന്നുകൊണ്ട് സുദീർഘമായി പ്രാർത്ഥിച്ച, തന്നെ മുഴുവൻ കഴിവുകളും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വിനിയോഗിച്ച ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എഴുതാൻ പര്യാപ്തമായ കരിപ്പൂർ സമ്മേളനത്തിന് മുമ്പും പിമ്പും എന്ന് പറയാവുന്ന വിധം ആദർശ ബന്ധുക്കളായ ആളുകൾക്ക് ആവേശം നൽകുന്ന ഒരു മഹാസംഗമം 2018-ൽ പുനഃസംഘടിപ്പിച്ച ഒരു മുജാഹിദ് സംഘടനാ സംവിധാനം കൊണ്ട് നമുക്ക് സാധിച്ചു. അവിടെയൊക്കെ നമ്മൾ സ്വീകരിച്ച രീതി എന്താ? സംഘടനയെ, ആദർശത്തെ നെഞ്ചേറ്റുന്ന ആളുകളെ അതിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെതായ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്, ജില്ലയിലെത്തി നിൽക്കുകയാണ്. ഒരു മതസംഘടന ഓൺലൈനായി എങ്ങനെയാണ് മെമ്പർഷിപ്പ് നടത്തുക? നമുക്ക് ആശങ്കയായിരുന്നു. 2021 മെമ്പർഷിപ്പ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതിർന്ന പല ആളുകളും ചോദിച്ചു, നമുക്ക് അന്യമായൊരു രീതിയാണിത്, നാളിതുവരെ നമ്മൾ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളോടൊക്കെ ഇത് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ ഉൾക്കൊള്ളുക? എന്നിട്ടും 80% അംഗങ്ങളെ നമ്മൾ കഴിഞ്ഞ മെമ്പർഷിപ്പ് കാലത്ത് ഓൺലൈനായാണ് ചേർത്തത്. 2024 എത്തിയപ്പോഴോ 95% അംഗങ്ങളെയും അവരുടെ മുഴുവൻ ഡാറ്റകളും 1 സെക്കൻഡ് കൊണ്ട് കിട്ടാവുന്ന രീതിയിലേക്ക് ഓൺലൈൻ മെമ്പർഷിപ്പ് നമ്മൾ പൂർത്തിയാക്കി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള 40,000-ഓളം അംഗങ്ങളുള്ള ഒരു സംഘടനയായി KNM മർക്കസ് ദഅവ വളർന്നു കഴിഞ്ഞു. 570ഓളം ശാഖകളിലെയും 73 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുതാര്യമായും വ്യവസ്ഥാപിതമായും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജില്ലാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പ്രവേശിക്കുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇനിയും തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ലാത്ത കേരളത്തിലെ 3 മണ്ഡലങ്ങളിൽ ഒന്ന് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലമാണ്. പരിഹരിക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങൾ കൂടുമ്പോൾ അള്ളാഹുവെ കൂടുതൽ സ്മരിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ. ഞാൻ നിങ്ങളുമൊക്കെ സംഘടന വിരിച്ച വിരിപ്പിലേക്ക് കടന്നു വന്ന ആളുകളാണ്. അതിൻ്റെ പ്രയാസം അനുഭവിച്ച ആളുകളല്ല. പൂർവ്വകാല നേതാക്കന്മാരിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഒരു പ്രഭാഷണത്തിന് വേണ്ടി പരമാവധി ഞാനും നിങ്ങളുമൊക്കെ ചെലവഴിക്കാനുള്ള സമയം എത്രയാണ്? യാത്ര കൂടി ഉൾപ്പെടുത്തിയാൽ 4-5 മണിക്കൂർ, 2-3 ദിവസം, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒരു മതപ്രഭാഷണത്തിന് വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്ന നമ്മുടെ പഴയകാല നേതാക്കന്മാരിൽ ചിലരെയെങ്കിലും നമ്മൾ ഓർക്കണം. മഹാനായ വെട്ടം അബ്ദുള്ള ഹാജിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് ആദർശ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന മലബാറിലെ പല പ്രദേശങ്ങളിലുമുള്ള സഹോദരങ്ങളും പറയാറുള്ളത് 1-2 ദിവസമാണ് ഒരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാറുള്ളത്. ഞാൻ ഓർത്തു പോകുന്നു, 1987 എടവണ്ണയ്ക്കടുത്തുള്ള ജാമിയ സലഫിയുടെ സിൽവർ ജൂബിലി സമ്മേളനം നടക്കുന്നു. ആ സമ്മേളന സമയത്ത്
അതിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. തലമുറകളുടെ സംഗമം എന്നായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര്. തലമുറകളുടെ സംഗമം. ഏറ്റവും പ്രായം ചെന്ന ഇസ്ലാഹി പണ്ഡിതന്മാരെ വേദിയിൽ അണിനിരത്തിയിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായി മഹാനായ മൊയ്തു മൗലവിയുടെ 102 വയസ്സ് പ്രായം അന്നുണ്ടായിരുന്ന ഈ മൊയ്തു മൗലവിയുടെ പ്രസംഗം കേൾക്കുന്നത്. സിപ്പി അബൂബക്കർ മൗലവിയെ പോലുള്ള, സെയ്ദ് മൗലവിയെ പോലുള്ള പഴയകാല നേതാക്കന്മാരിൽ പ്രഗത്ഭരായ ആളുകൾ. അതിലൊരാൾ അനുസ്മരിച്ചത് വെട്ടം അബ്ദുള്ള ഹാജിയാണ്. അവർ പറഞ്ഞു തരുന്നു ഓർക്കുന്നു. അബ്ദുള്ള ഹാജി ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൻ്റെ സമീപം വന്നിരുന്നു. തലയിലൊരു തോർത്തുമുണ്ട് കെട്ടി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഹാജിയാരെങ്ങനെ നോക്കിക്കൊണ്ട് അടുത്തിരുന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ, ഹാജിയാരെ, നിങ്ങളുടെ ചെവിയിൽ എന്തോ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഹാജിയാർ തൻ്റെ ഇടത് കൈ കൊണ്ട് ചെവി ഇങ്ങനെ തൊണ്ടി കയ്യിലെടുത്ത് പറഞ്ഞു, ധൃതി പിടിച്ച് പാടത്ത് കയറിപ്പോന്നതാ. വേണ്ട രീതിയിൽ കുടിക്കാൻ സമയം കിട്ടിയില്ല. ഉപജീവനത്തിന് വേണ്ടി രാവിലെ മുതൽ ഉച്ചവരെ തൻ്റെ പാടത്തും പറമ്പിലും കഠിനാധ്വാനം ചെയ്ത് പിന്നെ കിട്ടുന്ന ഒഴിവ് സമയമാണ് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് കാൽനടയായി സഞ്ചരിക്കുന്നത്. എന്തിനു വേണ്ടി? ഈ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി. ഒരു പ്രസംഗത്തിന് പോയിരിക്കുന്നതും, ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നതും, ഒരു യോഗത്തിന് വന്നിരിക്കുന്നതും, ഒരു മിനിറ്റ്സ് എഴുതുന്നതും, ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതും ഒക്കെ വലിയ ത്യാഗമായി കാണുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നത്. മാറണം സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ നമ്മോട് നാഥൻ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദിക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദിസ്ഥമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമുക്ക് ജീവിതം തന്നത്, നമ്മെ തിരിച്ചു വിളിക്കുന്നത് എന്തിനു വേണ്ടി, എങ്ങനെയാണ് അവൻ നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഈ ദുനിയാവിനെ നാളേക്ക് വേണ്ടി പുനഃസൃഷ്ടിച്ചതെന്ന് കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടിയാണ്. മരണവും ജീവിതവും തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനും നിങ്ങളുമൊക്കെ എന്തുമാത്രം ഉപയോഗപ്പെടുത്തുന്നു നമ്മുടെ അനുഗ്രഹങ്ങൾ എന്ന് നോക്കുന്നതിന് വേണ്ടി തന്നെയാണ്. നമുക്ക് ബോധ്യമുണ്ടാവണം. ആ ബോധത്തോടെയായിരിക്കണം ഞാനും നിങ്ങളുമൊക്കെ സംഘടനയെയും സംഘടനയിലെ അംഗത്വത്തെയും സാരഥ്യത്തെയും ഒക്കെ നോക്കിക്കാണേണ്ടത്. ഒഴിവുവേള നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. നമ്മളാണ് ഒഴിവുണ്ടാക്കേണ്ടത്. നമ്മളാണ് പണം ഉണ്ടാക്കേണ്ടതാണ്. നമ്മളാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എനിക്ക് നാളെ പരലോകത്തെ രക്ഷപ്പെടണോ? അതല്ല, ഈ ദുനിയാവിലെ ആഡംബര ജീവിതത്തിൽ അവസാനിച്ചാൽ മതിയോ? നാം തീരുമാനിക്കണം. എന്നിട്ട് നാം ഓരോരുത്തരും നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭംഗിയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മളെയുള്ളൂ. നന്മ കൽപ്പിക്കാനും തിന്മ തടയാനും നമ്മളെയുള്ളൂ. ഇന്ന് പരപ്പനങ്ങാടിയിൽ ഒരു സംവാദം നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കും. തിരൂരങ്ങാടി മണ്ഡലം ദഅ്വാ സമിതി സംഘടിപ്പിക്കുന്ന 4ാമത് ഖണ്ഡന പ്രസംഗമാണ്. അപൂർവം ചിലരെങ്കിലും ചോദിക്കുന്നു, മുജാഹിദുകളെ പുറത്തു നോക്കിക്കാണുന്ന ആളുകൾ, സംഘടനയുമായി വലിയ ബന്ധമില്ലാത്ത ആളുകൾ, യാദർശ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നവർ ഒക്കെ ഉണ്ടാക്കൂട്ടത്തിൽ നിങ്ങളിങ്ങനെ പരസ്പരം കടിച്ചു കീറിയിട്ട് വാദപ്രതിവാദങ്ങൾ നടത്തി ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയിട്ട് എന്താണ് നേട്ടമുള്ളത്? നമുക്കറിയാമല്ലോ, മുജാഹിദ് പ്രസ്ഥാനം ഖണ്ഡന പ്രസംഗം തുടങ്ങിയത് ഇന്നോ ഇന്നലെയുമല്ല. ആദ്യകാലത്തത് മഹാഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ ശിർക്കിൻ്റെയും കുഫറിൻ്റെയും വക്താക്കളോടായിരുന്നു. ഞാൻ നിങ്ങളുമൊക്കെ അത് കേട്ടിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും നമുക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് അത് ശിർക്കാണെന്ന് പറയുമ്പോൾ തെളിവ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് ഖുർആനിൽ ആയത്തോടുമ്പോൾ ആയത്തല്ല വേണ്ടത്, ദലീലാണ് വേണ്ടത് എന്ന് മൈക്കിലൂടെ ഉറക്കെ പറയുന്ന സുന്നി പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ നെസ്സിനെതിരായുള്ള ഹദീസുകൾ അത് മാറ്റിവെക്കണമെന്ന് താല്പര്യപ്പെടുമ്പോൾ ഖുർആനിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന റിവായത്തുകളിലും അല്ലെങ്കിൽ ഹദീസ് നിദാനശാസ്ത്രപ്രകാരം പൂർവ്വലോക പണ്ഡിതന്മാർ, പൂർവ്വകാല പണ്ഡിതന്മാരൊക്കെ മാറ്റിവെച്ചിട്ടുള്ള ഹദീസുകൾക്ക് വലിയ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അത് സ്ഥാപിച്ചെടുക്കാൻ ചിലർ വല്ലാതെ പരിശ്രമം നടത്തുമ്പോൾ നാം നിർബന്ധിതരാവുകയാണ്. അടുത്ത ദിവസം ഫൈസൽ മുസ്ലിയാർ എന്ന് പറയുന്ന ദീർഘകാലം സുന്നി പ്രബോധന മേഖലയിൽ നിറഞ്ഞു നിന്ന് പിന്നീട് വിഷ്ണു വിഭാഗത്തിലേക്ക് ചേക്കേറിയ ഒരു മൗലവിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഒരു ചെറിയ ക്ലിപ്പ്. അതെന്താണ്? കോഴിമുട്ടയുടെയും കരിക്കിലൂടെയും ഒക്കെ
ഷെയ്ത്താന്റെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ. ആ വീഡിയോ കണ്ട ഒരു സുന്നി സുഹൃത്ത് ചോദിച്ചത്, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഞങ്ങൾ പോലും നിർത്തിവെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതാനും ചില മുസ്ലിയാക്കന്മാർ CM വലിയുള്ള പോലുള്ള ചില ആളുകളുടെ മദ്ഹ് പറഞ്ഞ് കാട് കയറുന്നതിനപ്പുറം ആധികാരിക വേദികളിലൊന്നും ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ ഞങ്ങൾ പോലും നടത്താറില്ല. അതുതന്നെയാണ് പ്രശ്നം. ഞാൻ സൂചിപ്പിച്ചത്, ആദർശ പ്രസ്ഥാനം എന്ന നിലയിൽ ഇനിയും ദഅ്വ മേഖലകളിലും മറ്റു നവോത്ഥാന മേഖലകളിലുമൊക്കെ നമുക്ക് ഒരുപാട് ഇടപെടാനുണ്ട്. അതിനെന്തു വേണം? വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനം, സ്ഥാപനങ്ങൾ അനിവാര്യമാണ്. അത് കേവലം കടലാസിൽ മാത്രം പരിമിതപ്പെടുന്നതാവരുത്. സക്രിയമായ സജീവമായ യൂണിറ്റുകളും മേഖലകളും ജില്ലാ കമ്മിറ്റികളുമാണ് നമുക്ക് വേണ്ടത്. വിപുലമായ ഒരു റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചു. ഭേദപ്പെട്ട റിപ്പോർട്ടാണത്. പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലെ ഇതര ജില്ലകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ആലപ്പുഴ ജില്ലാ KNMന്റെ നേതൃത്വം ശ്ലാഘനീയമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്, ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെ മലബാറിലുള്ള ചില പ്രദേശങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ നമ്മുടെ യുവജന വിഭാഗത്തിൻ്റെ ഒരു ശാഖാ കമ്മിറ്റിയുടെ കഴിഞ്ഞ ടേമിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അവരാദ്യം വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ അതിഥിയായി പങ്കെടുത്തിരുന്നു. 2021 3 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ച് അതിൻ്റെ ബജറ്റ് എസ്റ്റിമേറ്റ് പാസാക്കി ശാഖയിലുള്ള മുഴുവൻ ISM മെമ്പർമാരെയും വിളിച്ചുകൂട്ടി ഒരു തസ്കിയത്ത് നൽകിയിട്ട് പിരിച്ചുവിട്ടൊരു യോഗമായിരുന്നു. ഒരു 5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു പ്രോഗ്രാം. അതിൻ്റെ ഈ രൂപരേഖ ബജറ്റ് അവതരണ സെഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിൻ്റെ ഒരു കോപ്പി വാങ്ങി തിരിച്ചു പോരുമ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, അത് ആയുഷ് നൽകുകയാണെങ്കിൽ 3 വർഷം പൂർത്തിയായി നിങ്ങളുടെ പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വാർഷിക റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തരണം. അക്ഷരം പ്രതി അവരതനുസരിച്ചു വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നു. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. ISMന്റെ ഒരു ശാഖാ കമ്മിറ്റിയുടെ 3 വർഷക്കാലം നീണ്ടുനിന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ട് 24,87,412 രൂപയുടേതാണ്. ഇത്ര വിപുലമായ ഒരു സാമ്പത്തിക സമാഹരണം നടത്തി പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഒരു ശാഖാ കമ്മിറ്റി 3 വർഷക്കാലം ഉറങ്ങാതെ തളരാതെ വിശ്രമിക്കാതെ മുന്നോട്ട് പോയെങ്കിലേ സാധിക്കൂ. ഞാനിത് സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് പ്രദേശങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. സംഘടനയ്ക്കും അതിൻ്റെ പോഷകഘടകങ്ങൾക്കും. അതുകൊണ്ട് ഇനി നമുക്ക് ഒരുപാട് മുന്നേറാനാവണം. റിപ്പോർട്ടിൽ പറഞ്ഞു, പുതിയ പ്രദേശത്ത് പള്ളി, അല്ലേ, മറ്റൊരു പ്രദേശത്ത് നമുക്ക് പുതിയ യൂണിറ്റ്. നാം ചടഞ്ഞിരുന്നുകൂടാ, വിശ്രമിച്ചുകൂടാ. ആരെയും ബോധ്യപ്പെടുത്താനല്ല, നമുക്ക് ബോധ്യപ്പെടാൻ. അല്ലാഹുവിൻ്റെ കോടതിയിൽ വരുമ്പോൾ ചോദിക്കുമല്ലോ, നിനക്ക് വാഹനം ഉണ്ടായിരുന്നു, അന്നത്തെ അന്നത്തിനാവശ്യമായ വിഭവങ്ങൾ നീ വലിയ മെനക്കെടലൊന്നും നടത്താതെ നിന്റെ കുടുംബത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. നിനക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ കൂടുതൽ യാത്ര ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് നീ യാത്ര ചെയ്തില്ല? എന്തുകൊണ്ട് നിന്റെ വാഹനം നീ ഉപയോഗപ്പെടുത്തിയില്ല? നിന്റെ പണം കൂടെ ലഭിച്ചിരുന്നെങ്കിൽ ആ പദ്ധതി അതിനേക്കാൾ നേരത്തെ നമുക്ക് പൂർത്തിയാക്കാമായിരുന്നു. നാഥൻ ചോദിക്കില്ലേ, എന്തുകൊണ്ട് നീ നൽകിയില്ല? അത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറാതെ കാൽമുട്ടിടരാതെ മറുപടി പറയാൻ കഴിയും വിധം നമുക്ക് കർമ്മങ്ങൾ കൊണ്ട് വസന്തം തീർക്കാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള അവസരമായി സംഘടനയെയും ഭാരവാഹിത്വത്തെയും കാണണം. ഞാൻ ഞെട്ടിപ്പരത്തി പറയില്ല, 6 മണിക്ക് മഗ്‌രിബാണ്. അതിനു മുമ്പ് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തിയാക്കണം. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനനായ സലീം സാഹിബ് സൂചിപ്പിക്കും. നല്ല ഒരു കമ്മിറ്റിയെ, നല്ല ഒരു ടീമിനെ തിരഞ്ഞെടുക്കണം. ഒരു താല്പര്യങ്ങൾ ഉണ്ടാവരുത്, ദുന്നവിയായ ഒരു താല്പര്യങ്ങൾ ഉണ്ടാവരുത്. ഈ സംവിധാനം നല്ല നിലയിൽ മുന്നോട്ട് പോകണം. അത് മാത്രമായിരിക്കണം നമ്മുടെ താല്പര്യം. ആരെങ്കിലുമൊക്കെ ഇടഞ്ഞു നിൽക്കുന്നുവെങ്കിൽ, മാറി നിൽക്കുന്നുവെങ്കിൽ അത്തരം ആളുകളെയൊക്കെ വീണ്ടും ചേർത്ത് നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം. ഒരാളെയും നമ്മൾ മാറ്റി നിർത്താൻ താല്പര്യപ്പെടുന്നില്ല. സംഘടനയുടെ താല്പര്യം പകരെയാണ്. ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കായംകുളം മണ്ഡലത്തിലെ ഇലക്ഷൻ നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാക്കണം. വൈകാതെ തന്നെ മണ്ഡലം തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി അവിടെ നിന്നുള്ള പ്രതിനിധികളെ കൂടി ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരണം. ഇനിയും ഏതെങ്കിലും പുതിയ പ്രദേശത്ത് നമുക്ക് ശാഖകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ മെമ്പർഷിപ്പും ശാഖാ തെരഞ്ഞെടുപ്പും ജില്ലാ തെരഞ്ഞെടുപ്പും പൂർത്തിയായില്ലേ, ഇനി തൽക്കാലം അത് വേണ്ടതില്ല, അങ്ങനെ തീരുമാനിക്കേണ്ട.
ഏത് സമയത്താണോ ഏത് പ്രദേശത്താണോ ഈ ആദർശവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഈ സംഘടനയുമായി താല്പര്യപ്പെട്ട ആളുകൾ കടന്നു വരുന്നതെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് നിർത്തണം. അതിനായിരിക്കണം നമ്മൾ താല്പര്യം കാണിക്കേണ്ടത്. നമ്മളെയുള്ളൂ വക്രതയില്ലാതെ, കലർപ്പില്ലാതെ, സ്വാർത്ഥമായ താല്പര്യങ്ങളില്ലാതെ, ആരിൽ നിന്നും അച്ചാരം സ്വീകരിക്കാതെ, ഒരാളെയും തൃപ്തിപ്പെടുത്താതെ, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ മതത്തെ പ്രബോധനം ചെയ്യാൻ നമ്മളെയുള്ളൂ. ആ ബോധ്യത്തോടു കൂടി നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതിനുള്ള അവസരമാണ് നമുക്ക് കൈവന്നിട്ടുള്ളത്. ഒരുപാട് സൗകര്യങ്ങളുടെ നടുവിലാണ് നമ്മൾ. ഒരുപാട് സൗകര്യങ്ങളുടെ. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴേക്ക് ജില്ലയുടെ ഭാരവാഹി കാറ് കൊണ്ട് അവിടേക്ക് വന്നു. അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നു. തിരിച്ചിവിടെ യോഗസ്ഥലത്തേക്ക് എത്തിച്ചു. നമ്മൾ കഷ്ടപ്പെടുന്നില്ല, പ്രയാസപ്പെടുന്നില്ല, അല്ലേ? ഞാൻ എൻ്റെ കാറ് കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിച്ചു വന്നത്. ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു. പാലക്കാട്ടിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള ടിക്കറ്റ്. തിരിച്ചുവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് ഉറപ്പാക്കി. നാം എത്ര സൗകര്യങ്ങളിലാണ് കഴിയുന്നത് ഓർക്കേണ്ടത്. നമ്മൾ ഒരു യാത്രക്കിടയിൽ ബസ്സിന് കൊടുക്കാനുള്ള കൂലിയില്ലാത്തത് കൊണ്ട്, ബസ് ചാർജ് ഇല്ലാത്തത് കൊണ്ട്, തൻ്റെ പോക്കറ്റിലുള്ള പേര് നൽകിക്കൊണ്ട് കണ്ടക്ടറോട് കടം പറയുന്ന ഒരു പഴയ നേതൃത്വത്തെ നമ്മൾ ഓർക്കണം. അതില്ല. നമ്മൾ സൗകര്യങ്ങളുടെ മധ്യയാണ്. നമ്മുടെയൊക്കെ പോർച്ചുഗലിൽ വീടിൻ്റെ മുൻഭാഗത്ത് വിശ്രമിക്കുന്നത് 2-3 വാഹനങ്ങളാണ്. ഓർത്തിട്ടുണ്ട് നമ്മൾ. ആ വാഹനങ്ങൾ എത്ര പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ഓടിയിട്ടുണ്ട്. ഓടേണ്ടതില്ലേ? ഓടണം. നമ്മുടെ സ്വകാര്യ യാത്രകൾക്ക് വേണ്ടി, കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലേ, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ഓടിക്കാനുള്ള വാഹനമല്ല അള്ളാഹു നൽകിയിട്ടുള്ളത്. അവന്റെ മാർഗത്തിൽ നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക്, ഇടങ്ങളിലേക്ക് ആ കാർ ഓടിക്കണം. നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തട്ടെ. സമയം നൽകി ഞാൻ ഭയപ്പെടുന്നു. മക്കളെ ചേർത്ത് നിർത്തണം. എൻ്റെ ജില്ലയിൽ IGM-ന്റെ 300 മെമ്പർമാരുള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണുള്ളത്. അവർ 500-ലധികം സീറ്റുള്ള ഒരു വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് 23-ാം തീയതി ഒരു സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുന്നു. IGM-ന്റെ ജില്ലാ ഭാരവാഹികൾ എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു. ഞങ്ങൾക്കൊരു ജില്ലാ സമ്മേളനം നടത്തണം. 2 ടേമായി. വലിയൊരാഗ്രഹമാണത്. പക്ഷെ ഞങ്ങൾ 300-ൽ താഴെ പെൺകുട്ടികളാണുള്ളത്. മാത്രമല്ല, ഒരു സമ്മേളനം നടത്താൻ ഏറ്റവും ചുരുങ്ങിയത് 2-2.5 ലക്ഷം രൂപ ചെലവ് വരും. വലിയൊരാഗ്രഹമാണത്. നിങ്ങളൊന്ന് സഹായിക്കണം, കൂടെ നിൽക്കണം. മാതൃഘടകത്തോട് KNM-നോട് ആവശ്യപ്പെടാൻ അവർ നിർദ്ദേശിച്ചു. അവരൊരു കത്ത് കൊടുത്തു. KNM പച്ചക്കൊടി കാണിച്ചു. വലിയ ആവേശത്തിലാണ് അവർ. ഇന്ന് രാവിലെ ഒരു കത്ത് തയ്യാറാക്കിയിട്ട് എനിക്ക് അവർ അയച്ചു തന്നു. ഇതൊന്ന് നോക്കണം. 2 ലക്ഷം രൂപ സമാഹരിക്കാൻ ഞങ്ങൾ കാണുന്നൊരു മാർഗമുണ്ട്. ഞങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് സമീപിക്കുന്നു. നമ്മളവരെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ആരാ നമ്മുടെ പെൺമക്കള്? പുതിയ തലമുറയുടെ രക്ഷിതാക്കളുടെ, ന്യൂ ജനറേഷൻ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ആശങ്കയാണ് നമ്മുടെ പെൺമക്കൾ എന്ന് പറയുന്നത്, അല്ലേ? ഒരു നല്ല പെൺകുട്ടിയെ, ഒരു നല്ല ചെറുപ്പക്കാരനെ കിട്ടാനില്ലാത്ത വിധം നമ്മുടെ കമ്മ്യൂണിറ്റി പോലും പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അവിടെ ധാർമ്മിക ബോധമുള്ള, പടച്ചവനെ പേടിയുള്ള, പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ഇത്തരം കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുന്നതിനും മുമ്പിൽ നിൽക്കുന്നതിനും ഏറെ താല്പര്യം കാണിക്കുന്ന പെൺമക്കൾ നമുക്കുണ്ടാവണമെങ്കിൽ, വിദ്യാർത്ഥികളായ മക്കൾ നമുക്കുണ്ടാവണമെങ്കിൽ, ചെറുപ്പക്കാർ നമുക്കുണ്ടാവണമെങ്കിൽ, സംഘടന എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം KNM മർക്കസ് ദഅവ സുസജ്ജമായിരിക്കണം. പ്രസിഡന്റും സെക്രട്ടറിയും സഹഭാരവാഹികളുമൊക്കെയായി തിരഞ്ഞെടുക്കപ്പെടുന്നവര് വലിയ അമാനത്തുകളാണ് ഏറ്റെടുക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ പേടിയതാണ്, നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്ന അമാനത്തുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ, വിനിയോഗിച്ചില്ലെങ്കിൽ, സഹോദരിമാരും ശ്രദ്ധിക്കുക. അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ കൂടുതലാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. 6 മണിയോടുകൂടി നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളാണ് അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക വിഭാഗം. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജിതബാക്കും. നമ്മളെയാണ് അവർ, പടച്ച തമ്പുരാൻ ഉത്കൃഷ്ടരായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെയാണ്. നമ്മുടെ കഴിവിനപ്പുറം ഒന്നും നമ്മോട് കൽപ്പിക്കുന്നില്ല. നമ്മുടെ കഴിവിൻ്റെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ, അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടണം. ഒരു നിമിഷാർദ്ധം പോലും നരകവാസം അതുണ്ടായിക്കൂടാ. സ്വർഗത്തിൽ ചെറിയ ഇടമെങ്കിലും ലഭിക്കുന്ന അനുഗ്രഹീത ദാസന്മാരിൽ ഉൾപ്പെടണമെന്ന താല്പര്യത്തോടു കൂടി
നാഥൻ ഉത്കൃഷ്ടരായി തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗത്തിലെ ആളുകൾ എന്ന നിലയിൽ, ഉത്തരവാദപ്പെട്ട അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ചുമതല ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ധൈര്യപൂർവം, പ്രതീക്ഷയോടുകൂടി, പ്രാർത്ഥനാപൂർവം മുന്നോട്ട് വരിക. എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള, നമുക്ക് ലഭിച്ചിട്ടുള്ള, അള്ളാഹു ദാനമായി നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും, സമയദൈർഘ്യം ഭയപ്പെടുന്നു, എല്ലാ അനുഗ്രഹങ്ങളും ഒരു സെക്കൻഡ് മതിയല്ലോ, ഒരു സെക്കൻഡ് മതിയല്ലോ എല്ലാം നിലയ്ക്കാൻ. ഒരാഴ്ച മുമ്പ്, ഒന്നല്ല 2 ആഴ്ച മുമ്പ് ഞാനൊരു രാത്രിയിൽ പേടിച്ചതാ. 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഇടത് കാൽ അനങ്ങുന്നില്ല. ഓർമ്മയ്ക്ക് തകരാറില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് എൻ്റെ ഇടത് കൈ അനക്കി നോക്കി. കൈക്ക് പ്രശ്നമില്ല, പക്ഷാഘാതം അങ്ങനെയാ. 46, 45, 47 ഒന്നും പ്രായമല്ല. 50, 60 അതൊരു പ്രായമല്ല. 35-കാരനും 28-കാരനും ഒക്കെയാണ്, അല്ലേ? ഒരു ഭാഗം അങ്ങനെയാ. എൻ്റെ 2 സുഹൃത്തുക്കള്, ഒരാൾ കഷ്ടജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ്. നിങ്ങളിൽ പലർക്കും പരിചിതരായ സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ഇടത് കൈ ഉയർത്താൻ കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞത്, ഞാനൊന്ന് അനുഭവിച്ച സന്തോഷമുണ്ടല്ലോ, അതെ, ജീവിതത്തിലെ പ്രയാസങ്ങളിലേക്ക് പോയി തിരിച്ച് അത് വല്ലാത്ത ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്നതല്ലേ. കരുതിയിരിക്കണം നമ്മൾ, എപ്പോൾ വേണമെങ്കിലും പിരിയാം. സംഘടനയുടെ ഹജ്ജ് സംവിധാനത്തിലൂടെ ഉംറയ്ക്കും ഹജ്ജിനും പോയ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അൽമനാർ ഹജ്ജ് സെല്ലിന്റെ ദീർഘകാല ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഷനൂബ് ഉളവണ്ണ. ഷനൂബിന്റെ പ്രായം എത്രയാ? 50-ൽ താഴെ, അല്ലെങ്കിൽ 45-ൽ താഴെ. 5 നേരത്തിൽ 4 നേരവും മർക്കസ് ജാമിയിലെ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിനെത്തുന്നു. തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. ഒരു അസർ നമസ്കാരത്തിന് അവിടെ എത്തിക്കണ്ടില്ല. സുഹൃത്തുക്കളിൽ ഒരാൾ പോയി നോക്കുമ്പോൾ കുഴഞ്ഞു വീണ് കിടക്കുന്നു. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഞാൻ അദ്ദേഹത്തോട്, പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോട് സംസാരിച്ചപ്പോൾ തലേ ദിവസം നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഡോക്ടറെ കണ്ടു, ECG എടുത്തു, വേറെ കുറെ പരിശോധനകൾ പൂർത്തിയാക്കി. ഇല്ല, തകരാറൊന്നുമില്ല. ഗ്യാസ് ട്രബിളിന് 2 ഗുളികയും കൊടുത്ത് പറഞ്ഞയച്ച വ്യക്തിയാണ്. പിറ്റേ ദിവസം ഒരു വശം തളർന്ന് അർദ്ധബോധാവസ്ഥയിൽ ഓഫീസിൽ കിടക്കുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെയാ സംഘടനയുടെ പ്രായം ചെന്ന നേതാക്കന്മാരിൽ പലരും ഞങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ കൈപിടിച്ചും ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചും കരയുന്നു. എന്തുകൊണ്ടാണ് കരയുന്നത്? അവരിപ്പോഴും ആഗ്രഹിക്കുന്നു ആദർശ പ്രബോധന രംഗത്ത് മുമ്പിൽ നിന്ന് പണിയെടുക്കാൻ അവർക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന്. പക്ഷേ ആരോഗ്യം അനുവദിക്കുന്നില്ല. എനിക്ക് നിങ്ങൾക്കുമൊക്കെ അങ്ങനെ ഒരു സ്റ്റേജ് ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാവാം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ കഴിവുകളും സൗകര്യങ്ങളും കാത്തു നിൽക്കേണ്ട. 60 കഴിയട്ടെ, 70 കഴിയട്ടെ, വിശ്രമിക്കട്ടെ, റിട്ടയർ ചെയ്യട്ടെ, ആലോചിക്കേണ്ട. എൻ്റെ ജില്ലയിൽ മണ്ഡലം തലത്തിലേക്ക് നേതൃത്വത്തിലേക്ക് ആളെ പേര് നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ചുമതല ഏറ്റെടുക്കാം. എൻ്റെ ഒരു പ്രതികരണ രീതി അനുസരിച്ച് ഞാൻ ഉടനെ പറഞ്ഞു, നീ റിട്ടയർ ചെയ്യുന്നുള്ളതിന് യാതൊരു ഉറപ്പും ഇല്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡൈയിങ് ഹാർനസിൽ നിന്റെ മക്കൾക്കാർക്കെങ്കിലും പണി കിട്ടുമെന്നാണ്. കടുത്ത പ്രയോഗമായി നിങ്ങൾക്ക് തോന്നിയേക്കാം, കടുത്ത പ്രയോഗമായി തോന്നിയേക്കാം. ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി 1 വർഷം മാത്രമാണ് സർവീസുള്ളത്. സർവീസ് പിരിയുന്ന യാതൊരു ഉറപ്പില്ല. എന്നെ സഹോദരനത് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അതെ, റിട്ടയർ ചെയ്തിട്ട് കുടുംബത്തിന് മുഴുവൻ ബാധ്യതകൾ തീർന്നിട്ട് വീടിന്റെ പണി കഴിഞ്ഞിട്ട് ചെറിയ മോളുടെയും കല്യാണം കഴിഞ്ഞ് ഇളയ മോന്റെയും വീടിന്റെ പാടികാച്ചൽ കഴിഞ്ഞിട്ട് ചിന്തിക്കരുത്. നമ്മൾ കിട്ടിയ അവസരം ഭംഗിയായിട്ട് വിനിയോഗിക്കുക. അത് ഏത് തലത്തിലാണെങ്കിലും, ശാഖയിലാണെങ്കിലും, മണ്ഡലത്തിലാണെങ്കിലും, ജില്ലയിലാണെങ്കിലും ഏറ്റെടുത്ത അമാനത്തുകൾ ഭംഗിയായി നിർവഹിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന KNM-ന്റെയും MGM-ന്റെയും നേതൃത്വത്തിന് ഈ ജില്ലയിലെ മുഴുവൻ ഇസ്ലാഹി പ്രവർത്തകരെയും ചേർത്ത് നിർത്തി ഇനിയും നമ്മുടെ ദീനിന്റെ വെളിച്ചമെത്തിയിട്ടില്ലാത്ത, വിശുദ്ധ ഖുർആനിന്റെ തൗഹീദിന്റെ വെളിച്ചമെത്തിയിട്ടില്ലാത്ത എല്ലാ മൂലകളിലേക്കും, മുക്കുമൂലകളിലേക്കും ഒരു തവണയെങ്കിലും കടന്നു ചെല്ലാൻ കഴിയും വിധം വളരെ ആസൂത്രിതമായ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന, നവോത്ഥാന സംരംഭങ്ങൾക്ക് മുന്നിൽ നിന്ന് പണിയെടുക്കാൻ നേതൃത്വം നൽകാൻ കഴിയുന്ന നല്ല ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഭംഗിയായി അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനും പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ജില്ലാ കൺവെൻഷൻ അല്ലെങ്കിൽ ജില്ലാ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വാഹിദ്